കുടുക്കാൻ ശ്രമിക്കുകയാണ്. നിന്നെ പോലെ മാസ്ക് വെച്ച എവന്റെയോ പണിയായത്. അവൻ ചെയ്യുന്ന തെറ്റിനെല്ലാം നീയാ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പൂപ്പ ഇത്രയും പെട്ടെന്ന് ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ചെന്ന് ഈ കാര്യം പുറത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്കാം. നീ വിഷമിക്കേണ്ട കേട്ടോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് വീർ? എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വരും എമിലി. ഞാൻ അവനെ ഉടനെ പിടികൂടും. അതുകൊണ്ടോ അവൻ എന്നെ പോലെ തന്നെയുണ്ട്. എന്താ നീ ചെയ്യുന്നത്? നിർത്ത്, നിർത്തടാ പറഞ്ഞേ. പ്രിൻസിപ്പൽ സാർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന് ഹോളിഡേ ആണ്, എല്ലാരും വീട്ടിലോട്ട് പോയിക്കോ. എല്ലാവരും നിക്ക്. ഞാൻ ഇപ്പൊ തന്നെ എന്ന് പ്രിൻസിപ്പൽ സാറിനോട് കംപ്ലൈന്റ് ചെയ്യാം. വീർ, ഇപ്രാവശ്യം നിന്നെ അവർ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അല്ല അങ്കിൾ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ബൈ ബൈ വീർ. അങ്കിൾ, പ്രിൻസിപ്പൽ സാറിനോട് പോയി പറയേ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ ഇപ്പൊ തന്നെ ചെന്നവനെ പിടിച്ചേക്കാം. സോറി റോബോ ബോയ്, സോറി. ഇറ്റ്സ് ഓക്കേ. Diving suit on. Diving suit on. ഓൾറെഡി അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജിൻ അങ്കിൾ. Jet shoes on. Jet shoes on. ഇപ്പോൾ വെറും 15 മിനിറ്റേ ടൈമുള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ ചിണ്ടുവിനെ കണ്ടെത്തണം. എന്റെ മായാജാല കടമ്പകളെല്ലാം കടന്ന് നിങ്ങൾ ഏറെ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങളുടെ ജിണ്ടുവിനെ അത്ര എളുപ്പത്തിൽ തരുമെന്ന് വിചാരിക്കേണ്ട. അവസാനത്തെ ഒരു ക്ലൂ കൂടി ഞാൻ തരാം. എന്തെങ്കിലും ഒന്ന് വരുമ്പോ മറ്റൊന്ന് തിരികെ പോകും. പോകുന്ന വഴിക്ക് അത് മറ്റു പലതും കൊണ്ടുപോകും. കൊണ്ടുപോകുന്നത് എന്താണെന്ന് ഒരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമല്ല. ആ ഭൂതം പറഞ്ഞതിന് എന്തായിരിക്കും അർത്ഥം? അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ചിലര് വരും, ചിലര് പോകും. അതായത് മാർക്കറ്റ്, മാൾ. പക്ഷെ അവർ എടുത്തോണ്ട് പോകുന്നത് അതെല്ലാം കാണാൻ പറ്റുമല്ലോ. സ്കൂൾ, തീർച്ചയായിട്ടും അത് സ്കൂൾ തന്നെയായിരിക്കും. അവിടെ സ്റ്റുഡൻസ് വരുന്നു, പിന്നെ പോവുകയും ചെയ്യുന്നു. അവർ സ്കൂളിൽ നിന്ന് എഡ്യൂക്കേഷൻ കരസ്ഥമാക്കുന്നു, അതായത് നോളേജ് ഒരിക്കലും ആർക്കും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം നോളേജ് ഇല്ലാത്തൊരു സ്റ്റുഡന്റേ അല്ല. ആ സ്കൂളിന്റെ മുമ്പിൽ നമ്മുടെ ഒരു സ്കൂളുണ്ട്. എനിക്ക് തോന്നുന്നത് ജിന്നങ്ങൾ ചിണ്ടുവിനെ നമ്മുടെ സ്കൂളിലെ ഒളിപ്പിച്ചിരിക്കുന്നതെന്നാ.
വരൂ വീർ, വരൂ. ഇനിയിപ്പോൾ വീർ നിന്റെ കയ്യിൽ 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ചിണ്ടുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി. പക്ഷെ ഞാൻ നിന്നെ ചിണ്ടുവിനെ കണ്ടെത്താൻ ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും. ചിണ്ടുവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. മാഡ് മാക്സിന് ഇത്രയ്ക്ക് ശക്തി എവിടെ നിന്നായിരിക്കും കിട്ടിയത്? ഒരു കാര്യം നീ മറക്കരുത്, അവനും മാജിക് കൊണ്ടുണ്ടായവനാണ്. ഇപ്പൊ അവന്റെ കറണ്ട് പവർ വെച്ച് തന്നെ കൊല്ലണം. ആ പൂവ് നീ എന്തിനാ മോഷ്ടിച്ചത്? അത് പറിക്കാനും കഴിക്കാനും എല്ലാവർക്കും അധികാരമുണ്ടല്ലോ. ആ പൂവ് കഴിച്ചാൽ എല്ലാ രോഗവും മാറും. അതുകൊണ്ട് ഈ അദൂജ ആ പൂക്കൾ എവിടെയും വളരാനോ പറിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അവന്റെ കയ്യിൽ മാത്രം ഒരു പൂവുണ്ട്. ആ പൂ കൈ വെച്ച് നമ്മളെല്ലാരും വിരട്ടുകയാണ്. അവൻ എല്ലാരെയും അടിമയാക്കിയിരിക്കുക. എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒരു ദിവസം ആ പൂവിന്റെ ഇതളുകൾ ആവശ്യം വരുമെന്ന് അവൻ അറിയാം. അതിന് ഈ അദൂജിയാരാ? എന്ന് വെച്ചാ അവൻ നിന്റെ മുതലാളിയാണോ? അല്ല, അവൻ റാണിയുടെ സേനാധിപതിയാണ്. ഇപ്പൊ റാണിയും അവനെ കണ്ട് പേടിക്കാറുണ്ട്. അവൻ എന്തു പറഞ്ഞാലും റാണി അതുപോലെ അങ്ങ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ആ പൂ കണ്ടെത്തി വളരെ രഹസ്യമായിട്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. ഞങ്ങളുടെ സിറ്റിയിൽ ഒരുപാട് പേർക്ക് രോഗബാധ ഏറ്റിരിക്കുന്നു. ആ പൂവിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്, കേൾക്ക്. ഓക്കെ, അവരെന്നെ ഫോളോ ചെയ്ത് വരുമ്പോ നിങ്ങൾ ആ പൂവിന്റെ ഇതളുകൾ പറിച്ചെടുത്ത് പിന്നെ പറന്നു ചെന്ന് ആ മരത്തിന്റെ മേളിൽ ഇരിക്ക്. ഞാൻ നിങ്ങളെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഹൂല ഹൂല തീരു ബാല, ഹൂല ഹൂല തീരു ബാല. ഞങ്ങളുടെ പൂ പറിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുകയാണല്ലേ? ഇനി നീ ഞങ്ങളുടെ അമ്പിനെ ഇരയാവാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട റാണി, എന്റെ പേര് വീർന്ന. എന്റെ സിറ്റിയിലെ ഫുർസത്ത് ഗഞ്ചിൽ എല്ലാവരും രോഗബാധിതരാ. അവർക്ക് മരുന്നിനാവശ്യമായ പൂ തേടി വന്നതാണ് ഞാൻ. പറ്റില്ല, ഞങ്ങളുടെ പവിത്രമായ ഈ പൂവിനെ നീ തൊടാൻ പോലും പാടില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്റെ കഥ കഴിക്കാൻ പോവുക. കഥ കഴിക്കണമെങ്കിൽ നീ നേരിട്ട് എന്റെ അടുത്ത് ഏറ്റുമുട്ട്. വെറുതെ ഹൂല ഹൂല തീരുമ്പൂല എന്ന് പാട്ട് പാടുന്നത് എന്തിനാ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത്? എന്നെ നീ യുദ്ധത്തിനായി വെല്ലുവിളിക്കുകയാണല്ലേ? എനിക്ക് സമ്മതമാണ്. യുദ്ധം നടക്കട്ടെ. വീർ, ഒരു പ്രാവശ്യം ഒന്ന് ആലോചിക്ക്. ഇവനെ ജയിക്കുന്നത് നടക്കാത്ത കാര്യമാണ്. അപ്പൂപ്പൻ എപ്പോഴും പറയും ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കി മാറ്റണമെന്ന്. അതാണ് ധീരത. ഇതെന്റെയും എന്റെ ഗ്രാമത്തിലെ ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഒരു പക്ഷെ ഞാൻ ജയിച്ചാൽ മറ്റു നാടുകളിൽ നിന്നും ആര് വന്നീ പൂ ചോദിച്ചാലും നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. ആരെയും ഒരിക്കലും അടിമയാക്കി മാറ്റരുത്. സമ്മതിച്ചു. ഞാൻ നിന്റെ ധീരത കണ്ട് അഭിമാനിക്കുന്നു. യുദ്ധം തുടങ്ങട്ടെ. അദൂജ അദൂജ അദൂജ. എന്റെ ഫ്രണ്ടിനെ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കാൻ മാത്രം ആർക്ക് എത്ര ധൈര്യം? ഞാൻ ഇപ്പൊ തന്നെ അവനെ കുംഫു എക്സ്പെർട്ട് ആക്കി മാറ്റിയേക്കാം.
സഹോദരന്മാരെ, ഇവരെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഓടിക്കോ. ഹേയ് ചുൾബുൾ, കൊള്ളാം. നീ എന്തൊരു ഫൈറ്റാ ചെയ്തത്. നിങ്ങളിത് തനിച്ചിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, പക്ഷെ ഇന്ന് ഞാൻ ഇത് മുഴുവൻ തനിച്ച് കഴിക്കാൻ പോവാ. റോബോബോയ് സ്യൂട്ട് ഓൺ. വീർ, ചിണ്ടു എന്തിനാ നിന്നെ ഇങ്ങനെ ചവിട്ടിത്തെറിപ്പിച്ചത്? അവന് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുക. ഞാൻ ചെന്ന് അവന്റെ തലക്കിട്ട് 2 ചവിട്ടങ്ങ് കൊടുത്താ മതി, പിന്നെ അവനെ എല്ലാം ഓർമ്മ വരും. നിങ്ങൾ രണ്ടാളെ ഇവിടെ നിൽക്ക. ചിണ്ടു, ചിണ്ടു, ആരാ വന്നിരിക്കുന്നത് നോക്കേ. സഹോദരികളെ, അങ്ങോട്ട് നോക്ക്. ആ കഴുത നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുക. അവനും അവന്റെ മുതലാളിയും ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാ. അവരെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. ഇവരെന്താ എന്നെ ചുറ്റി വിളിക്കുന്നത്? ഇവരുടെ പ്ലാനിങ് മോശമാണെന്ന് എനിക്ക് തോന്നല്ലോ. ചിണ്ടു, നിന്റെ കൂട്ടുകാരൻ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? രക്ഷിക്കേ. ചിണ്ടൂടെ തലക്കിട്ട് ചവിട്ടാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ അവരെല്ലാരും എന്നെ ചുറ്റി വളച്ച് എടുത്തിട്ട് എന്നെ അങ്ങ് പെരുമാറി കളഞ്ഞു. അവിടെ പോയാൽ പിന്നെ ജീവനോട് തിരിച്ചു വരാൻ പറ്റില്ല. എന്നാ പിന്നെ റോബോബോയിനെ പറഞ്ഞയച്ചേക്കാം. റോബോബോയ് സ്യൂട്ട് ഓൺ. വാ 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 റോബോ ബോയ്, നീയാണ് ഫുർസത് ഗഞ്ചിന്റെ രക്ഷകൻ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ ഒരു പ്രാവശ്യം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. റോബോ ബോയ്, ഈ ക്രോധി പയൽവാരെ നിനക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സാധാരണ രീതിയിൽ എനിക്ക് അത്ര ദേഷ്യമൊന്നും വരാറില്ല. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഒന്നാക്കി മാറ്റും. പറയൂ കുട്ടപ്പാ, നീ എന്തിനാ വെറുതെ ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നേ? നിനക്കിപ്പോ ഓടിച്ചാടി കളിക്കാനുള്ള പ്രായമല്ലേ? ചെല്ലേ, പോയി കളിക്കേ. എനിക്കും പെട്ടെന്ന് ദേഷ്യം വരാറില്ല. എന്നാൽ ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാനും ആകാശത്തെയും ഭൂമിയെയും ഒന്നാക്കി മാറ്റും. എന്റെ പ്രിയപ്പെട്ട ചട്ടോരി, എന്നെ രക്ഷിക്കേ. എന്റെ മുതലാളിക്ക് അപകടമോ?